ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഇതുപോലെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഒരാൾക്ക് പ്രമേഹം പിടിപെട്ടാൽ ഈ രോഗം ക്രമേണ അയാളുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം തകരാറിലാക്കും. നിർഭാഗ്യവശാൽ പ്രമേഹത്തെ പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ലെങ്കിലും പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങും. രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് കാരണം ഷുഗറുള്ളവർക്ക് അമിതമായ ദാഹം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, കാഴ്ചമങ്ങൽ, ക്ഷീണം, ബലഹീനത, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ വൃക്കകൾ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ പല അവയവങ്ങളെയും ഇത് തകരാറിലാക്കും. ഷുഗറുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് മരുന്നുകൾ കഴിക്കാറുണ്ട്. എന്നാൽ മരുന്നുകളില്ലാതെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിദത്തമായ ചില വഴികൾ തിരഞ്ഞെടുക്കാം. അത്തരത്തിൽ പ്രകൃതിദത്തമായ വഴികളിലൊന്നാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രകൃതിയുടെ വരദാനമാണ് കറിവേപ്പില. ഇതുകൂടാതെ നിരവധി ആരോഗ്യ ഗുണങ്ങളും കറിവേപ്പില ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. ബീറ്റ കരോട്ടിൻ, വിറ്റാമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് കറിവേപ്പില. കറിവേപ്പിലയ്ക്ക് മിക്ക രോഗങ്ങളെയും, പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹവും ഹൃദ്രോഗവും അകറ്റി നിർത്താനുള്ള കഴിവുണ്ട്. കറികൾക്കും മറ്റും രുചി കൂട്ടാൻ വളരെ കാലമായി ദക്ഷിണേന്ത്യൻ വിഭവങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കറിവേപ്പില. കറിവേപ്പില ഉപയോഗിച്ച് രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് 45% വരെ കുറയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് നിയന്ത്രിക്കാൻ കറിവേപ്പില സഹായിക്കും. രക്തത്തിലെ ഗ്ലൂക്കോസ് സ്ഥിരപ്പെടുത്താനും പ്രമേഹത്തെ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും വളരെ ഫലപ്രദമാണ് കറിവേപ്പില. കറിവേപ്പിലയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള ഓക്സിഡേറ്റീവ് നാശവുമായി ബന്ധപ്പെട്ട നിരവധി രോഗങ്ങളെ തടയുന്നതിന് സഹായിക്കുന്നു. ധാരാളം നാരുകളാൽ സമ്പുഷ്ടമായ കറിവേപ്പില ദഹനത്തെ മന്ദഗതിയിലാക്കുന്നതിന് സഹായിക്കുന്നു. ദഹനം മന്ദഗതിയിലാകുമ്പോൾ രക്തത്തിലുള്ള പഞ്ചസാരയുടെ ആഗിരണം പെട്ടെന്ന് നടക്കാതെ സാവധാനത്തിലായിരിക്കും ഗ്ലൂക്കോസ് ആഗിരണം നടക്കുന്നത്. അടുത്തത്, ഇൻസുലിൻ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമമായി നിലനിൽക്കാൻ സാധിക്കുന്നു. ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് കറിവേപ്പിലയുടെ ആൻറ്റി ഹൈപ്പർ ഗുണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമേഹമുള്ളവരിൽ ഗ്ലൂക്കോസ് അളവ് കുറയ്ക്കുന്ന സംയുക്തങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കറിവേപ്പിലയ്ക്ക് കഴിയും. അതുകൊണ്ട് ഷുഗറുള്ളവർക്ക് എന്തുകൊണ്ടും ഫലപ്രദമാണ് കറിവേപ്പില. ഇനി പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ കറിവേപ്പില ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തെ രീതി, രാവിലെ 8-10 കറിവേപ്പില ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കറിവേപ്പില ജ്യൂസ് അടിച്ച് കഴിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി, കറിവേപ്പിലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് 10-15 കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തതായി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട കൂടി ഇട്ട് കൊടുത്ത് അല്പനേരം കൂടി തിളപ്പിച്ചെടുക്കുക. ഷുഗറുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് കറുവപ്പട്ട. ഇത് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് കറുവപ്പട്ട. കറുവപ്പട്ട ചേർത്തതിന് ശേഷം അല്പനേരം കൂടി തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഈ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക.
ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. നന്നായി യോജിപ്പിച്ചെടുത്ത് കുടിക്കുക. ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കണം. അടുത്തത് കറികളിലും സാലഡുകളിലും കറിവേപ്പില ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കറിവേപ്പില എടുത്തു കളയുന്നവരാണെങ്കിൽ കറിവേപ്പില ഉണക്കിപ്പൊടിച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും ജ്യൂസുകളിലും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാത്തവരും ഡയറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ബീൻസ്, പീസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സാൽമൺ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ കറി രൂപത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വറുത്തതും മധുരപലഹാരങ്ങളും ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുക. ഫ്ലാക്സ് സീഡുകൾ, ചിയ സീഡുകൾ, സൂര്യകാന്തി വിത്തുകൾ, മത്തങ്ങയുടെ വിത്തുകൾ എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കണം. നന്നായി ഉറങ്ങണം. ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ കറിവേപ്പില കഴിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. കാരണം കറിവേപ്പിലയും മരുന്നുകളും ഒരേ സമയം കഴിക്കുന്നത് ചിലപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറഞ്ഞേക്കാം. ഈ അവസ്ഥ ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കറിവേപ്പില ഉപയോഗിക്കുക. കറിവേപ്പില ഉപയോഗിക്കുന്നത് കൊണ്ട് ഷുഗർ മാത്രമല്ല കുറയുന്നത്, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് കറിവേപ്പില ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും കറിവേപ്പില വളരെ നല്ലതാണ്. കറിവേപ്പിലയിട്ട് എണ്ണ കാച്ചി തേക്കുന്നത് മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. അതിലുപരി തലയോട്ടിയിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യമുള്ള തലയോട്ടി നൽകുകയും തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് മൂലം മുടിയുടെ വേരുകൾക്ക് കൂടുതൽ ബലം കിട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് പ്രകൃതിയുടെ വരദാനമായ ഈ ഇല. അതിനാൽ ഈ പറഞ്ഞ വ്യത്യസ്ത രീതികളിൽ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് കറിവേപ്പില ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.